ഹായ് ഫ്രണ്ട്സ്, അപ്പു സോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബൈക്കിൻ്റെ ഇൻഡിക്കേറ്റർ നാലും ഒരേ രീതിയിൽ കത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നമ്മുടെ ബൈക്കിൽ എങ്ങനെ ചെയ്തെടുക്കാമെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. ഇതിന് നമുക്ക് ആവശ്യമായത് കുറച്ച് വയറും ഒരു സ്വിച്ചുമാണ്. ആദ്യം നമുക്ക് സൈഡിലത്തെ കവർ അഴിച്ചു മാറ്റാം. അതിനുശേഷം ബാക്കിലത്തെ സീറ്റ് കവർ അഴിച്ചു മാറ്റാം. പുറകിലായിട്ടാണ് ഇൻഡിക്കേറ്ററിൻ്റെ ലൈൻ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന പച്ചയും ഗ്രേയും ആണ് ഇതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ ലൈൻ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് പച്ചയുടെ ഫേസ് ലൈനിലോട്ട് ഒരു വയർ ഘടിപ്പിക്കാം. ഗ്രേ കളറിൻ്റെ ഫേസിലും ഇതുപോലൊരു വയർ കണക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ടേപ്പ് ചെയ്ത് വെക്കാം. വയർ ഊരിപ്പോവാനോ ഷോർട്ട് ആവാനോ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ടേപ്പ് ചെയ്ത് വെച്ചാൽ മതിയാവും. ഇനി നമുക്ക് ഇതിനകത്തൊരു സ്വിച്ച് സെറ്റ് ചെയ്യാം. ഈ സ്വിച്ച് നിങ്ങൾക്ക് എവിടെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രോ നീളത്തിൽ വയർ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു ഭാഗത്തായിട്ട് സ്വിച്ച് ഫിറ്റ് ചെയ്ത് വെച്ചാൽ മതിയാവും. ഇല്ലെങ്കിൽ ഇതുപോലെ കവറിൽ തന്നെ സൈഡിലായിട്ട് കട്ട് ചെയ്ത് സ്വിച്ച് ഫിറ്റ് ചെയ്താൽ മതിയാവും. നമ്മുടെ രണ്ട് ഫേസ് ലൈനും നേരെ ഈ സ്വിച്ചിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതോടെ നമ്മുടെ വയറിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സീറ്റും കവറും സെറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം താക്കോൽ ഓൺ ചെയ്ത് ഇൻഡിക്കേറ്റർ സ്വിച്ച് ലെഫ്റ്റോ റൈറ്റോ ഇട്ടാൽ മതിയാവും. അതിനുശേഷം നിങ്ങൾ പിടിപ്പിച്ച ആ സ്വിച്ച് ഓൺ ചെയ്ത് കൊടുത്താൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.